നമസ്കാരം. ടാക്സ് ഫയൽ ചെയ്യാനുള്ള സമയമായല്ലേ? ആദ്യമായി ചെയ്യുന്നവർക്ക് ഇതിന്റെ കാര്യങ്ങൾ കാണുമ്പോൾ ചെറിയൊരു തലകറക്കമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ പേടിക്കേണ്ട, നിങ്ങളുടെ ആദ്യത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്ങനെ എളുപ്പമാക്കാമെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഒരുമിച്ച് ഇതങ്ങ് ശരിയാക്കിയെടുക്കാം. ഈ ITR 1, ITR 2 എന്നൊക്കെ കേൾക്കുമ്പോൾ ഏത് ഫോമാണ് എനിക്ക് വേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടോ? നിങ്ങൾ മാത്രമല്ല, ഒരുപാട് പേർക്ക് ഈ സംശയമുണ്ട്. പക്ഷെ വിഷമിക്കേണ്ട, ഈ കാര്യങ്ങൾ വ്യക്തമാക്കാനാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഓരോ സ്റ്റെപ്പും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ശരി, അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? ഏത് ഫോം എടുക്കണമെന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തിനാണ് ഈ ശരിയായ ഫോം തന്നെ തിരഞ്ഞെടുക്കുന്നത് ഇത്ര നിർബന്ധം? കാരണം ഇതാണ്: നിങ്ങളൊരു തെറ്റായ ഫോമാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ റിട്ടേണിനെ ഒരു ഡിഫക്റ്റീവ് റിട്ടേണായി കണക്കാക്കും. അതായത് അവരത് തള്ളിക്കളയും. പിന്നെന്ത് ചെയ്യും? നമ്മൾ വീണ്ടും ശരിയായ ഫോമിൽ ഫയൽ ചെയ്യേണ്ടി വരും. വെറുതെ സമയവും പോകും, ടെൻഷനുമാകും. അതുമാത്രമല്ല, ഇതിന് പണച്ചെലവും വരാം. കണ്ടില്ലേ, ഫയൽ ചെയ്യാൻ വൈകിയാൽ 5000 രൂപ വരെ പിഴയുണ്ട്. നമ്മൾ കൊടുത്ത റിട്ടേൺ തെറ്റായതുകൊണ്ട് അത് തിരുത്തി വീണ്ടും കൊടുക്കാൻ താമസിച്ചാൽ ഡെഡ്ലൈൻ കഴിഞ്ഞു പോവുകയും ചെയ്യും. ഈ പിഴ അടയ്ക്കേണ്ടിയും വരും. വെറുതെ എന്തിനാ, അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് അടുത്ത പടിയിലേക്ക് പോകാം. ഏതൊരു ജോലി ചെയ്യുമ്പോഴും അതിന്റെ ടൂൾസ് കയ്യിലുണ്ടെങ്കിൽ പകുതി പണി എളുപ്പമാവും, അല്ലേ? അതുപോലെയാണ് ഇതും. ഫയൽ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് കുറച്ച് ഡോക്യുമെന്റ്സ് നമ്മൾ റെഡിയാക്കി വെക്കണം. ഈ ലിസ്റ്റ് കാണുമ്പോൾ പേടിക്കേണ്ട. ഞാൻ സിമ്പിളായിട്ട് പറയാം. ഫോം 16 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്പനി തരുന്ന ഒരു ഡോക്യുമെന്റാണ്. അതിൽ നിങ്ങളുടെ ശമ്പളം, പിടിച്ച ടാക്സ്, അതായത് TDS, ഇതിന്റെയെല്ലാം കണക്കുണ്ടാവും. ഫോം 26AS, AIS എന്നിവ ഒരു കണ്ണാടി പോലെയാണ്. ഗവൺമെന്റിന്റെ കയ്യിലുള്ള നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളുടെ ഒരു സമ്മറിയാണിത്. നമ്മൾ കൊടുക്കുന്ന കണക്കും ഇതും ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കാൻ ഇത് സഹായിക്കും. ബാക്കിയുള്ളവ നിങ്ങളുടെ മറ്റു വരുമാനങ്ങളും നിക്ഷേപങ്ങളും ശരിയായി കാണിക്കാനാണ്. ശരി, അപ്പോ ഡോക്യുമെന്റ്സ് എല്ലാം റെഡി. ഇനി നമ്മൾ കാത്തിരുന്ന പ്രധാന കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യത്തിന് വേണ്ട ശരിയായ ITR ഫോം എങ്ങനെ കൃത്യമായി കണ്ടെത്താം? നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. റെഡിയല്ലേ? നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോമിൽ നിന്ന് തുടങ്ങാം. ITR 1. ഇതിനൊരു ചെല്ലപ്പേരുണ്ട്, സെഹജ്. ഹിന്ദിയിലെ സെഹജ് എന്ന് പറഞ്ഞാൽ എളുപ്പം എന്നാണ് അർത്ഥം. പേര് പോലെ തന്നെ ഇത് വളരെ ലളിതമാണ്. സാധാരണ ശമ്പളം വാങ്ങുന്ന മിക്കവർക്കും ഇത് തന്നെയായിരിക്കും വേണ്ടിവരിക. അപ്പോ ഇത് നിങ്ങൾക്കുള്ള ഫോമാണോ? നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ദാ ഈ ചെക്ക് ലിസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഞാൻ പറയുന്ന ഓരോ കാര്യവും നിങ്ങൾക്ക് ശരിയാണെങ്കിൽ മനസ്സിലൊരു ടിക്ക് ഇട്ടോളൂ. നിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്ന ആളാണോ? നിങ്ങളുടെ ഒരു വർഷത്തെ മൊത്തം വരുമാനം 50 ലക്ഷം രൂപയിൽ താഴെയാണോ? വരുമാനം പ്രധാനമായും ശമ്പളം, ഒരു വീട്ടിൽ നിന്നുള്ള വാടക, പിന്നെ ബാങ്ക് പലിശ പോലുള്ളവ മാത്രമാണോ? എല്ലാം ശരിയാണെങ്കിൽ നിങ്ങളുടെ ഫോം ITR 1 ആണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആർക്കൊക്കെ ITR 1 ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് നോക്കാം. ഇതൊരു സ്റ്റോപ്പ് സിഗ്നൽ പോലെയാണ്. ഈ ലിസ്റ്റിൽ കാണുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ബാധകമാണെങ്കിൽ നിങ്ങൾക്ക് ITR 1 ഉപയോഗിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന്, നിങ്ങൾ ഏതെങ്കിലും കമ്പനിയുടെ ഡയറക്ടറാണോ, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ നിന്ന് ലാഭം കിട്ടിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഫോമുകളിലേക്ക് പോകേണ്ടിവരും. ഈ ഫ്ലോ ചാർട്ട് നിങ്ങളുടെ പേഴ്സണൽ ഗൈഡാണ്. നമുക്കിതിലൂടെ ഒന്ന് പോയി നോക്കാം. ദാ ആദ്യത്തെ ചോദ്യം: നിങ്ങളുടെ വരുമാനം 50 ലക്ഷത്തിൽ താഴെയാണോ, അത് ശമ്പളം, ഒരു വീട് എന്നിവയിൽ നിന്ന് മാത്രമാണോ? ഉത്തരം അതെ എന്നാണെങ്കിൽ നേരെ പോയി ITR 1 എടുത്തോളൂ. അല്ല എന്നാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻസോ ഒന്നിൽ കൂടുതൽ വീടോ ഉണ്ടോ, പക്ഷേ ബിസിനസ് വരുമാനം ഇല്ലേ? എങ്കിൽ നിങ്ങളുടെ ഫോം ITR 2 ആണ്. അതുമല്ലെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് വരുമാനമുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ശമ്പളക്കാരുടെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് ബിസിനസ്സും മറ്റ് നിക്ഷേപ വരുമാനങ്ങളും ഉള്ളവരുടെ കാര്യത്തിലേക്ക് കടക്കാം. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആണ്, പക്ഷെ പേടിക്കേണ്ട, നമ്മൾ ഇതും സിമ്പിളാക്കും. ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്കും ഫ്രീലാൻസർമാർക്കും വേണ്ടി ഗവൺമെന്റ് ഒരു എളുപ്പവഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ITR 4, അല്ലെങ്കിൽ സുഖം. ഇവിടെ പ്രിസംപ്റ്റീവ് ഇൻകം എന്നൊരു ഐഡിയയുണ്ട്. ഇത് ഹോട്ടലിലെ ഒരു കോംബോ മീൽ പോലെയാണ്. എല്ലാ വരവ് ചെലവ് കണക്കും ഡീറ്റെയിൽഡായി കൊടുക്കുന്നതിനു പകരം നിങ്ങളുടെ ആകെ വിറ്റുവരവിന്റെ ഒരു നിശ്ചിത ശതമാനം ലാഭമായി കാണിച്ചാൽ മതി. പണി വളരെ എളുപ്പമായി, അല്ലേ? ഇനി പലർക്കും കൺഫ്യൂഷൻ വരുന്ന 2 ഫോമുകളാണ് ITR 2ഉം ITR 3ഉം. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഒറ്റവാക്കിൽ പറയാം: ബിസിനസ്
അതായത് നിങ്ങൾക്ക് ശമ്പളമുണ്ട്, ഷെയർ വിറ്റ് ലാഭമുണ്ട്, പക്ഷെ ബിസിനസ് വരുമാനം ഒട്ടുമില്ല, എങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ITR 2 ആണ്. എന്നാൽ ഇതിന്റെ കൂടെ നിങ്ങൾക്കൊരു ചെറിയ ഫ്രീലാൻസിംഗ് ജോലിയോ അല്ലെങ്കിൽ ഒരു കടയോ ഉണ്ടെന്ന് വെക്കുക. ആ ബിസിനസ് വരുമാനം വന്നാലുടൻ നിങ്ങൾ ITR 3യിലേക്ക് മാറണം. അതാണ് കീ പോയിന്റ്. ഇപ്പോ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഉറപ്പിക്കാൻ ഈ ടേബിൾ ഒന്ന് നോക്കിക്കേ. ദാ നോക്കൂ, സാലറിയും മ്യൂച്വൽ ഫണ്ട് വിറ്റ ലാഭവും ഫോം ITR 2. സാലറിയും 2 വീടിന്റെ വാടകയും അതും ITR 2. പക്ഷേ ഫ്രീലാൻസിംഗ് വരുമാനം പ്ലസ് ക്യാപിറ്റൽ ഗെയിൻസ് വന്നപ്പോൾ കണ്ടോ, അത് ITR 3 ആയി. ഇപ്പൊ ക്ലിയർ ആയില്ലേ? എല്ലാം പഠിച്ചാലും ആദ്യമായി ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റുമോ എന്നൊരു ചെറിയ പേടിയുണ്ടാകും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് സാധാരണയായി ആളുകൾ വരുത്തുന്ന ചില തെറ്റുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം. അപ്പോൾ നമുക്കത് ഒഴിവാക്കാമല്ലോ. ഇതൊരു സേഫ്റ്റി നെറ്റാണെന്ന് കൂട്ടിക്കോളൂ. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതാ. 1. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യം തന്നെ, തെറ്റായ ഫോം തിരഞ്ഞെടുക്കരുത്. 2. നിങ്ങളുടെ സേവിങ്സ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ചെറിയ പലിശ പോലും വരുമാനമാണ്. അത് കാണിക്കാൻ മറക്കരുത്. പിന്നെ ഏറ്റവും പ്രധാനം, എല്ലാം കഴിഞ്ഞ് സബ്മിറ്റ് ബട്ടൺ അമർത്തിയാൽ പണി കഴിഞ്ഞു എന്ന് കരുതരുത്. അതിനുശേഷം വെരിഫൈ ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തതായിട്ട് പോലും അവർ കണക്കാക്കല്ല. അത് മറക്കല്ലേ. അപ്പോൾ ഈ പറഞ്ഞ തെറ്റുകൾ വരുത്തിയാൽ എന്ത് സംഭവിക്കും? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്കൊരു നോട്ടീസ് അയക്കും. നിങ്ങളുടെ റിട്ടേണിൽ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇത് ഡിഫക്റ്റീവാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ചുരുക്കത്തിൽ, നിങ്ങൾ കൊടുത്തത് ശരിയായിട്ടില്ല, ഇത് തിരുത്തി വീണ്ടും തരണം എന്നവർ പറയാണ്. പിന്നെ വീണ്ടും ആ പണിക്ക് നിൽക്കണം. പക്ഷേ ഇനി അഥവാ മുൻപത്തെ വർഷങ്ങളിൽ എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയെന്ന് വെക്കുക. ടെൻഷൻ അടിക്കണ്ട, അതിനുമൊരു വഴിയുണ്ട്. അതാണ് ITR U, അതായത് അപ്ഡേറ്റഡ് റിട്ടേൺ. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്ത റിട്ടേണിൽ എന്തെങ്കിലും വരുമാനം കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു രണ്ടാമത്തെ അവസരമാണിത്. ഇതൊരു നല്ല കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. ഇനി എല്ലാം കൂടി ഒന്ന് ചുരുക്കി ഒരു ഫൈനൽ ആക്ഷൻ പ്ലാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതോടെ നിങ്ങൾക്ക് ഫുൾ ക്ലാരിറ്റി കിട്ടും. ഇതാണ് നിങ്ങളുടെ ക്വിക്ക് റെഫറൻസ് ഗൈഡ്. ഒരു സംശയം വന്നാൽ നേരെ ഈ ടേബിളിലേക്ക് നോക്കിയാൽ മതി. നിങ്ങളുടെ പ്രധാന വരുമാനം ശമ്പളമാണോ? വരുമാനം 50 ലക്ഷത്തിൽ താഴെയുമാണോ? എങ്കിൽ നേരെ ITR 1. അതല്ല, ക്യാപിറ്റൽ ഗെയിൻസും മറ്റുമുണ്ടോ പക്ഷെ ബിസിനസ് ഇല്ല, എങ്കിൽ ITR 2. ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ഉണ്ടോ? അപ്പം നിങ്ങളുടെ ചോയ്സ് ITR 3 അല്ലെങ്കിൽ ITR 4 ആണ്. സിമ്പിൾ. അപ്പോ ഇനി നിങ്ങൾക്ക് ഏത് ഫോമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് കൃത്യമായി അറിയാമല്ലേ? വെറുതെ ഒരു ടാക്സ് ഫയൽ ചെയ്യുക എന്നതിലുപരി ഇത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാനും മനസ്സിലാക്കാനുമുള്ള ഒരു നല്ല അവസരമായി കാണാൻ ശ്രമിക്കുക. അപ്പോ സ്വന്തം ഫിനാൻസിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.